കണ്ണൂർ അഴീക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് വടകരയിൽ ആഴക്കടലിൽ മുങ്ങി. 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരെ മറ്റൊരു ബോട്ടിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ഇല്ല, രക്ഷിക്കാൻ ആരും വന്നില്ല. വേറെ ഞങ്ങൾ അടുത്തൊരു ബോട്ട് വന്നായിരുന്നു, പുതിയപ്പ ബോട്ട്. അവർ ഞങ്ങൾ വിളിച്ചായിരുന്നു ഇപ്പോൾ അടുത്തിട്ട് ഇങ്ങനെ സംഭവിച്ചിരുന്നു അറിഞ്ഞിട്ട്. അവർ ഞങ്ങൾ നോക്കാൻ പോയി നിന്നില്ല, അവർ സ്പീഡ് വെച്ചിട്ട് പോയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ അഴീക്കലിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഫാൽക്കൺ എന്ന ബോട്ടാണ് വടകരക്കടുത്ത് വെച്ച് മുങ്ങിയത്. ഈ ബോട്ടിൽ 6 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇവരെ പിന്നീട് മറ്റൊരു വള്ളമെത്തി രക്ഷിക്കുകയായിരുന്നു. വടകരയിൽ നിന്നും 22 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഫാൽക്കൺ ബോട്ട് മുങ്ങിയത്. ആയിക്കരയിൽ നിന്നാണ് ഈ ബോട്ട് പോയത്. ബോട്ടിൽ കൊൽക്കത്ത സ്വദേശികളായ നിബാസ് പരെ, ഹബീബുൾ ഖാൻ, ഗോപാൽ മന്ന, ഷെയ്ഖ് ജഹ്ബുൾ, സുർജിത് ബേർ, വികാസ് ബേര എന്നീ മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കടലിൽ ശക്തമായ കാറ്റും തിരിയും ഉണ്ടായിരുന്നുവെന്നും പെട്ടെന്ന് ആടിയുലഞ്ഞ് ബോട്ടിലേക്ക് വെള്ളം കയറുകയായിരുന്നുവെന്നും ബോട്ടിലുണ്ടായിരുന്ന നിബാസ് പരെ പറഞ്ഞു. ബോട്ട് മുങ്ങുന്നത് കണ്ട വള്ളക്കാരാണ് ഇവരുടെ രക്ഷയ്ക്കെത്തിയത്. ശക്തമായ കാറ്റിനെ തുടർന്ന് വള്ളം മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ഇതിനിടയിലാണ് ബോട്ട് മുങ്ങുന്നത് കണ്ടത്. ഉടൻ അവരെ രക്ഷിക്കാനായി പോവുകയാണ് ചെയ്തതെന്നും അലിഫ് വള്ളത്തിലുണ്ടായിരുന്ന സിറ്റി സ്വദേശി എച്ച് സിദ്ദിഖ് പറഞ്ഞു. ഞങ്ങൾ ഉള്ളോട്ട് പോയിരുന്നു വെള്ളം വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവരിങ്ങനെ മാടി വിളിക്കുന്നു. അപ്പം വെള്ളം ഇങ്ങനെ മുക്കാലായിട്ട് ബോട്ട് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ താഴ്ന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരെ അടുത്തപ്പോൾ തന്നെ ചാടി എല്ലാവരും ഇറങ്ങി ഫൈബറിലേക്ക് ഞാൻ ചാടി ഇറങ്ങിയത്. ഇല്ല, മുക്കാലോളം ഇങ്ങനെ മുങ്ങിപ്പോകുന്നു ബോട്ട് ആ ടൈമിലാണ്. ഇവർ മുക്കാലോളം വെള്ളത്തിലാണ് ബോട്ടിലുള്ളത്. ഞങ്ങൾ അവരെ പിടിച്ചിട്ട് ഇങ്ങനെ ഒഴുക്കിയിട്ട് അങ്ങനെ നോക്കി. ഞങ്ങൾ കുറേ ദൂരെ പോകുന്ന പാർട്ടിയാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മൾ ഫൈബറാണല്ലോ, വെള്ളത്തിൽ മുങ്ങിയ ബോട്ടാണ്. കാല് ബോട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു, വേറെ ഒന്നും ചെയ്യാനും പറ്റും. സിദ്ദിഖിന് പുറമെ സിറ്റി സ്വദേശികളായ മനോജ്, ശ്രീജേഷ്, മെസ്സി എന്നിവരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ അവസരോചിത ഇടപെടൽ കൊണ്ട് മാത്രമാണ് 6 ജീവനുകൾ രക്ഷിക്കാനായത്. ബോട്ട് പൂർണ്ണമായും കടലിൽ മുങ്ങി. 12 ലക്ഷത്തോളം രൂപയാണ് ഉടമയായ അഴീക്കോട് സ്വദേശി മൻസൂറിന് നഷ്ടമായത്. കേരളത്തിന്റെ സൈന്യം എന്ന വിളിപ്പേര് ഒന്നുകൂടി അന്വർത്ഥമാക്കിക്കൊണ്ടാണ് സിറ്റിയിലെ എച്ച് സിദ്ദിഖും കൂട്ടരും കടലിൽ അകപ്പെട്ട 6 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. ഇവരുടെ അലിഫ് എന്ന ബോട്ട് ഈ മുങ്ങിത്താഴുന്ന വള്ളത്തെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആശങ്കയുടെ നടുക്കയത്തിൽ നിന്നും ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് അവർ എത്തുമ്പോൾ വൈകിട്ട് 5 മണിയായിരുന്നു. കണ്ണൂർ ആയിക്കര കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.